നഗരസഭയുടെ മനുഷ്യച്ചങ്ങലയും നവകേരള പ്രതിജ്ഞയും ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെയും സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെയും ഭാഗമായി ചങ്ങനാശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങലയും നവകേരള പ്രതിജ്ഞയും പുതിയ തലമുറയ്ക്കും പൊതുസമൂഹത്തിനും വലിയൊരു സന്ദേശമാണ് നൽകിയത്. ശുചിത്വ മിഷന്റെ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച സംസ്ഥാനത്തു നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക പഞ്ചായത്ത് ചങ്ങനാശ്ശേരി മാടപ്പള്ളി ഗ്രാമപഞ്ചായത്താണ്. ഒക്ടോബർ 2 ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ ഹരിതകർമ്മസേന ടീമായ മാടപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണിയമ്മ രാജപ്പനും ഹരിതകർമ്മസേനയിലെ കൺസോഷ്യം പ്രസിഡന്റ് സജിന മോൾ ഇസ്മായിൽ, കൺസോഷ്യം സെക്രട്ടറി രജിത ടി.ആർ. എന്നിവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങുന്നത് ചങ്ങനാശ്ശേരിക്ക് അഭിമാനമാണെന്ന് മനുഷ്യച്ചങ്ങല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോബ് മൈക്കിൾ MLA പറഞ്ഞു. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയും നമ്മുടെ പഞ്ചായത്തുകളായ കുറിച്ചിയും വാഴപ്പള്ളിയും മാടപ്പള്ളിയും തൃപ്രത്താനവും പായിപ്പാടും ഒരുപോലെ അണിനിറന്ന ശുചിത്വ മിഷന് വേണ്ടി പ്രവർത്തിച്ചു. അതിന്റെ ഫലം നമ്മൾ കണ്ടു. പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സണെയും കൗൺസിലർമാരെയും മറ്റു ഉദ്യോഗസ്ഥരെയും ഞാൻ അഭിനന്ദിക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത ആ ഫലത്തിന്റെ ഫലമായി ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലം കേരളത്തിൽ 2ാം സ്ഥാനത്തേക്ക് വന്നെത്തുവാൻ സാധിച്ചു. നാളെ ഒക്ടോബർ മാസം 2-ാം തീയതി ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മാടപ്പള്ളിയുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മണിയമ്മ രാജപ്പനും ഹരിതകർമ്മസേനയിലെ പ്രിയപ്പെട്ട ഒരു സഹോദരിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങുക. അത് ചങ്ങനാശ്ശേരിക്കാർക്കെല്ലാം അഭിമാനമാണ്. ചങ്ങനാശ്ശേരി ശുചിത്വ രംഗത്ത് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ നാടും നഗരവും നമ്മുടെ വീടും പരിസരവും നമ്മുടെ സ്കൂളും കോളേജും എല്ലാം ഒരുപോലെ ഭംഗിയാക്കി കൊണ്ടുപോകാൻ, നമ്മുടെ നാട്ടിലെ ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുവാൻ, അടുത്ത തലമുറയ്ക്ക് ഈ ഭൂമി സുന്ദരമായി ഈ ഭൂമി കൈമാറുവാൻ ഒക്കെയുള്ള തികഞ്ഞ ഉറപ്പിൻ്റെ തികഞ്ഞ വിശ്വാസത്തിൻ്റെ ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മാലിന്യമുക്ത നവകേരള പ്രതിജ്ഞ നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ ചൊല്ലിക്കൊടുത്തത് മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായവർ ഏറ്റുചൊല്ലി പ്രതിജ്ഞയെടുത്തു. ലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികൾ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായി സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ചങ്ങനാശ്ശേരി സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും പെരുന്ന NSS കോളേജ് ഭാഗത്തേക്കും SP കോളേജ് ഭാഗത്തേക്കും ചങ്ങനാശ്ശേരിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമായി 100 കണക്കിന് വിദ്യാർത്ഥികൾ, NCC കേഡറ്റുകൾ, അധ്യാപകർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, വ്യാപാരികൾ എന്നിവർ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി. നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽസമ്മ ജോബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ രാജേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA നിസാർ, മുൻ ചെയർപേഴ്സൺ ബീന ജോബി, കൗൺസിലർമാരായ രാജു ചാക്കോ, ബാബു തോമസ്, മുരുകൻ, കുഞ്ഞുമോൾ സാബു, ഉഷ മുഹമ്മദ് ഷാജി, സ്മിത സുനിൽ, ക്ലീൻ സിറ്റി മാനേജർ മനോജ് M, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുനിൽ C, സ്മിരീഷ് ലാൽ, ബിജേഷ് ഇമ്മാനുവൽ, ജെറാൾഡ് മൈക്കിൾ, സജിത AG, സുധാ കമൽ, ശുചിത്വ മിഷൻ RP സന്ദേശ് കുമാർ എന്നിവർ മനുഷ്യച്ചങ്ങലയ്ക്കും നവകേരള പ്രതിജ്ഞയ്ക്കും നേതൃത്വം നൽകി. രാഷ്ട്രീയം ന്യൂസ്, ചങ്ങനാശ്ശേരി. മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ, വാഴപ്പള്ളി വെസ്റ്റ്, ചങ്ങനാശ്ശേരി. മൊബൈൽ 9447954321.